അസ്സലാമു അലൈക്കും. എൻ്റെ മറ്റ് സഹോദര സമുദായങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. പേര് ഞാനിന്ന് ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ തട്ടി മാറ്റരുത്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണം, കേൾക്കണം. ഇതെന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ മക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ അയച്ചതിൻ്റെ അതിൽ അവൻ എഴുതിയത് എൻ്റെ നാട്ടുകാരനാണല്ലോ ഇത് പാടുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ആ വീഡിയോ നോക്കുമ്പം അതിൽ ഞങ്ങൾ നാസിക്കു എന്ന് വിളിക്കുന്ന നാസർ, അവൻ്റെ പാട്ടാണ്. അതായത് പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് പറഞ്ഞ പാട്ടാണ് അവൻ പാടുന്നത്. അപ്പോൾ ഞാനത് നോക്കുമ്പം ആ ഒരു ടൂർ പോകുന്ന ഒരു രംഗമാണ് ആ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ ഞാനത് അന്വേഷിച്ച് നോക്കുമ്പം പിന്നെ വോയിസ് ഓഫ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞ അരീക്കോടുള്ള ഒരു കൂട്ടായ്മ, അവരാണ് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ അരീക്കോടുള്ള മിക്ക കുട്ടികളെയും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചിട്ട് അവർ 3 ബസ്സിന് ടൂർ പോയതാണ് ആ വീഡിയോയിലുള്ളത്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവർ ആ വീഡിയോയിൽ അതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം. അപ്പോൾ നോക്കുമ്പോൾ ആ വീഡിയോയിൽ നിന്നുണ്ട് നൗഷർ കല്ലടനെ കാണുന്നുണ്ട്, അതുപോലുള്ള അനീസ് ബാബു, അതേപോലെ അരീക്കോട് പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ സൂറാത്ത, സക്കീർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് അതിലുള്ളത്. അങ്ങനെ ഞാൻ വോയിസ് ഓഫ് ഡിസേബിൾഡിൻ്റെ പിന്നെ അവരെ കൊണ്ടു നടക്കുന്നതിലും മുഖ്യധാര പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരുടെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള അനീസ് ബാബു, അതേപോലെ ചെയർമാൻ പിന്നെ 9ാം വാർഡ് മെമ്പർ സൂറാത്ത, പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് സക്കീർ, പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റ് അയ്യപ്പന്, അതേപോലെ ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി നമ്മളെ റാഫിയാക്കാണ്. നിങ്ങൾക്കറിയാം റാഫിയാക്കാനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അതേപോലെ പിന്നെ നൗഷർ കല്ലട, ഇവർ ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ഇവരെ തന്നെ നേരിൽ കണ്ടിട്ട് ഇവരോട് തന്നെ ചോദിക്കാം, ഈ ഫീൽഡിലോട്ട് വരാനും ഇങ്ങനത്തെ കുട്ടികളെ മുഖ്യധാരയിൽ എത്തിച്ച് മറ്റുള്ളവരെ പോലെ ഒരു കുറവും വരുത്താതെ ആ കുട്ടികളെ കൊണ്ട് നടക്കാൻ ഇവർക്ക് പ്രചോദനമായത് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ടും പിന്നെ ഇതാണ് നമ്മളെ ജില്ലാ കോർഡിനേറ്റർ അനീസ് ബാബുവിനോട് ഞാൻ ചോദിക്കുന്നത്. അനീസ്, ഈ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ആയിട്ടാണ് മലപ്പുറം ഉള്ളത്. ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറയാമോ? വോയിസ് ഓഫ് ഡിസേബിൾ ഇതിനു മുമ്പും ഭിന്നശേഷി മേഖലയിൽ വോയിസ് ഓഫ് ഡിസേബിളിന് മുമ്പും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ കുട്ടി ഭിന്നശേഷിയാണ്. അങ്ങനെയാണ് അവൻ്റെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും അവൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ചത് ഞാനായിരുന്നു. അന്നാണ് ഇത്തരത്തിലുള്ള രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ വാഴക്കാട് കാരുണ്യ സ്കൂളിൽ മീറ്റിങ്ങുകളിലേക്ക് പങ്കെടുക്കാറ് രക്ഷിതാവ് എന്ന നിലക്ക് ഞാനായിരുന്നു. അങ്ങനെ കാരുണ്യ സ്കൂളിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും കാണുകയും അവരുടെ അവസ്ഥകൾ വളരെ ദയനീയമാണ് എന്നും അവർക്ക് പല നിലക്കും ചൂഷണങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന പല രക്ഷിതാക്കളും എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് സക്കീറാക്ക മുഖാന്തരമാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്.
പാനല്ല പാരവരേക്കാം വാസല്ല പാരവരേക്കരെ കലാകാര മണ്ണിടവില്ല മണ്ണ് അഞ്ഞാനും പോരാതെ പുണ്യേശൻ പ്രിയ വാഹനത്തിന്റെ ശബ്ദങ്ങൾ തന്നെയാണ് എടുക്കാൻ തീരുമാനിച്ചത്. അത് ബൈക്കിന്റെ ശബ്ദമാണ്. അടിശതരാതെ നയിച്ചവരെ അഖില പ്രവാചകരായുള്ള അഹമ്മദ് നബി സല്ലല്ലാഹു അൽഹമിയായ ഹബീബുള്ള ആമിനാ ബിറസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് സെക്യൂറിന് ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയാൻ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത് പിന്നെ നമ്മൾ ഇത്തരം മക്കളെയും രക്ഷിതാക്കളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ പോലുള്ള ചാനലുകൾ, അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളിലെ ക്ലിപ്പുകള്, അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ സുമസ്കരായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ പിന്നെ പ്രാർത്ഥനാപൂർവ്വം അവരോട് കടപ്പാട് നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നത് ഇത്തരം നേരത്തെ ഇതിന് പ്രത്യേക ഫണ്ട് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇത്തരം ഓരോ കാര്യങ്ങൾ പ്രയാസപ്പെടുന്ന ആൾക്കാരെ വിഷമം പറയും. ആ സമയത്ത് അതുമായിട്ട് സഹകരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനോട്ട് പറയാനുള്ളത് ഈ വോയിസ് ഓഫ് ഡിസാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് അംഗീകൃത 21 വിഭാഗം ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടനയാണ്. മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ ശാരീരിക മാനസികപരമായിട്ടും അതുപോലെ കാഴ്ച കേൾവി ഒക്കെ പരിമിതി എല്ലാവരും ഉൾപ്പെടുന്ന 21 വിഭാഗം പിന്നെ ഭിന്നശേഷിക്കാരാണ് ഈ ഒരു വോയിസ് ഓഫ് ഡിസേബിലിറ്റി പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമില്ലാതെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെയാണ് വോയിസ് ഓഫ് ഡിസേബിലിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ഇതിൽ പരസ്പരം പിന്നെ പകയോ വിദ്വേഷമൊന്നും ഇല്ലാതെ പരസ്പരം എല്ലാവരും സ്നേഹിച്ച് സഹകരിച്ച് എല്ലാവരോടും കാരുണ്യം കാണിച്ച് ഉള്ളൊരു പ്രവർത്തനമാണ് ഇതിന്റെ പ്രവർത്തനം ഇതാണ് നടന്നു പോകുന്നത്. അതുപോലെ പിന്നെ ഇപ്പൊ എനിക്ക് ഒരു മകനുണ്ട്, സെറിബ്രൽ പൾസിയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാരണം പിന്നെ എന്റെ കുട്ടീന്റെ അവസ്ഥ എനിക്കറിയാം. അതേപോലെ തന്നെ പിന്നെ 2 കുട്ടികളൊക്കെ, ഒന്നിലധികം കുട്ടികളുള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പ്രയാസം കാണുമ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു പ്രവർത്തനമായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പോകുന്ന വെച്ചാൽ നമ്മളെ വിഷമം നമുക്കറിയാം. അപ്പൊ അവരൊക്കെ എത്രമാത്രം വിഷമം പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചറിയാം. അപ്പോ നമുക്കറിയാം. അതേപോലെ തന്നെ പിന്നെ നമുക്കൊരു രോഗ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ ആ രോഗം മാറുന്ന വരേക്കാണ് അവരെ നമ്മൾ പരിപാലിക്കേണ്ടത്. ഇതിൽ ജീവിച്ച് അവരെ ജനനം മുതൽ മരണം വരെ ഇവർക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അയ്യപ്പെട്ടന്റെ കുട്ടിന്റെ ഒക്കെ അവസ്ഥ അയ്യപ്പെട്ടൻ പറയും. അതുപോലെ ഒരുപാട് കുട്ടികളെ
കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെ അടിസ്ഥാനത്തിലാക്കിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത്. അവയിലില്ല കലഹവാക്യം, മതങ്ങളെല്ലാം മധുര സൂക്തം. അവയിലില്ല കലഹവാക്യം, സഹന സ്നേഹ സാർഗതങ്ങൾ മനുഷ്യഹൃത്തിൽ ഉയർത്തും വാക്യം. കലഹമെന്തിന് കൊലാവിളികളെന്തിന് കല എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലുള്ളൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ സംഘടന. ഇപ്പൊ അറിയാം അനീസും ഞാൻ ഇപ്പം ഓരോരോ വ്യക്തികളുടെയും രാഷ്ട്രീയം ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അരീക്കോടിനെ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്കും അറിയാം. ഈ ഗ്രൂപ്പ് തന്നെ നിങ്ങൾക്കറിയാം, ഇതിപ്പോ ഒരു മാലയിലെ മുത്തുമണികളെ പോലെയാണ് ഇപ്പോൾ ഇവർ ഇരിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അപ്പം ഇതിൽ രാഷ്ട്രീയമില്ല. ഈ ഇങ്ങനത്തെ കുട്ടികളെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇത് ചോദിക്കുന്നത്, നമ്മുടെ ഈ അരീക്കോട് പ്രദേശത്ത് ഇവർക്ക് പിന്നെ എത്ര കുട്ടികളുടെ ഭിന്നശേഷിക്കാർ എന്നുള്ളത് അറിയാൻ കഴിയുമോ? എത്ര പേരുണ്ടാവുന്ന ഒരു ചുരുങ്ങിയ കണക്ക്? 200-ലധികം കുടുംബങ്ങള് നമ്മളൊരു ഔദ്യോഗിക അല്ലാത്തൊരു കണക്കാണ്. 200-ലധികം കുടുംബങ്ങൾ, 200-ലധികം കുടുംബങ്ങൾ ഇതുണ്ട്. പിന്നെ അപ്പൊ ഇത് ഏകദേശം 150ഓളം കുടുംബങ്ങള് വോയിസ് ഓഫ് ഡിസേബിൾഡ് അംഗങ്ങളാണ്. ഇന്നും ഇതിലേക്ക് എന്ത് ചെയ്യാണ്, മെമ്പർഷിപ്പ് എടുത്ത് ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയുടെ കൂട്ടായ്മയും പ്രവർത്തനവും ഇത് അവർക്കൊരു വീടാണ്. ഈ ഒരു വോയിസ് ഓഫ് ഡിസേബിൾ എന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സംഘടനയുടെ മെയിൻ ഗ്രൂപ്പിൽ പറയാറുണ്ട്, ഇത് നിങ്ങളുടെ ഒരു വീടാണ്. അതുപോലെ തന്നെ അരീക്കോട് വൈസ് പ്രസിഡന്റാണ് അയ്യപ്പൻ. നിങ്ങളുടെ അനുഭവത്തിലും ഇത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പിന്നെ വിവരിക്കാം. ബഹുമാനപ്പെട്ട അനീസ് ബാബാക്ക്, വർക്കിംഗ് പ്രസിഡന്റ് സെക്യൂറാക്കി, സൂറത്താത്തിയും പറഞ്ഞമാർ ഈ പറഞ്ഞത് 100% ഈ കാര്യങ്ങളും സുതാര്യമായതും ഇതായതാണ്. ഇപ്പം ഞാൻ എൻ്റെ മോന് കണ്ണന് മസ്കുലർ ഡിസ്ട്രോഫി എന്ന ഒരു അസുഖമാണ്. ശരീരഭാഗം 100% കുഴഞ്ഞ് ഒരു 100 കിലോൻ്റെ അടുത്ത് തന്നെ ഭാരം വരുന്നതാണ്. അപ്പോൾ രാവിലെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിയാക്കും. അപ്പം നമ്മളും ഇത് സമൂഹത്തിൽ മറ്റുള്ള കുട്ടികളെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് പിന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് ഓഫ് ഡിസേബിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അംഗമാണ്.